Candlelight with Chakoshan himself. Beautiful song ആയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചാക്കോച്ചന്റെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ, സോങ്സ് ഒക്കെ ഇപ്പൊ എല്ലാവരും ആക്ടേഴ്സ് സ്വന്തം പാടുന്നുണ്ട്, ചാക്കോച്ചൻ എപ്പോഴാ പാടുന്നത്? ഈ പടം അത്യാവശ്യം നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് തൽക്കാലം പാടുന്നില്ല. പാട്ടെടുക്കുമ്പോൾ രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പം നമ്മൾ ഈ പാട്ടിന്റെ തുടക്കത്തിൽ ഒരു കയാക്കിംഗ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. അത്യാവശ്യം വള്ളത്തിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രെയിനിങ് ഇല്ലെങ്കിൽ പോലും. പക്ഷെ ഇത് ഒരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം നമ്മൾ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ തോന്നും, വളരെ ഈസി ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നും. പക്ഷെ ഏറ്റവും കൂടുതൽ ബാലൻസ് വേണ്ട ഒരു സംഭവമാണ് ഈ കയാക്ക് എന്ന് പറയുന്നത്. ഞാൻ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും ഈ പാഡിൽ വെച്ചിട്ട്. കൂടുതലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ ഇരുന്നുകൊണ്ടാണ് അത്യാവശ്യം ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് പോലും 5 പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് വട്ടക്കായലിൽ വീണു, നീന്തി കയറി വന്നു, വീണ്ടും കയറും, വീണ്ടും വീഴും, അങ്ങനെ. പക്ഷെ അത് വളരെയധികം എൻജോയ് ചെയ്ത് ഞാൻ, അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ വേറെ പല പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ താറാവിന്റെ കൂടെയും നമ്മുടെ മുട്ടോളം ചെളിവെള്ളത്തിലും ഒക്കെ ഇറങ്ങി ഉരുണ്ട് പിരണ്ട്, അതായത് ഒരു ആലപ്പുഴക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാണെന്നോ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സിനിമയിലെ പാട്ടുകളിലൂടെ ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെയ്യാൻ പറ്റി. അവിടെ ഒരു വീട്ടിലൊരു മാവില് കുറെ മാങ്ങകളുണ്ടായിരുന്നു. ഇത്രയും രുചികരമായിട്ടൊരു മാങ്ങ ഞാൻ അവിടുന്ന് കഴിച്ചിട്ടില്ല, എവിടെയൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ തന്നെ പറിച്ചെടുത്ത് കഴിച്ച്. അപ്പൊ ഒരു ഷോട്ടില് മാങ്ങ ഇങ്ങനെ ജസ്റ്റ് കടിച്ചോണ്ട് പോകണം. റിഹേഴ്സൽ എടുത്തപ്പോ 2 മാങ്ങ കഴിച്ചെടുത്ത് ഇതൊക്കെ അഭിനയമാണ്, വെറുതെ അവസാനം വയറ്റിന് കേടുന്നുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇത് ലാലു കഴിച്ചോണ്ട് തന്നെ ഇത് പറഞ്ഞു. വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. പ്രത്യേകിച്ച് ഇതുവരെ കാണാത്തൊരു കുട്ടനാടായിരിക്കും നമ്മൾ കാണുക. കാരണം ഒരു കുട്ടനാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഫിക്സഡ് ഫ്രെയിം ഉണ്ട്, ഇങ്ങനെയാണ് കുട്ടനാട് എന്നുള്ളത്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ കുട്ടനാടിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രസന്റ് മോഡേൺ കുട്ടനാട് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രസകരമായിട്ട് ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതില്. പിന്നെ ചാക്കോച്ചൻ പ്രത്യേകിച്ച് ആലപ്പുഴ നേറ്റീവ് ആയതുകൊണ്ട് അവിടെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ക്ലോസ് ടു ഹാർട്ട്. കുറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്നുകൊണ്ട് ഒരു ഡേ സ്കോളറായിട്ട് അഭിനയിക്കാൻ പോകുന്നത് തിരിച്ചു വരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് കുളിച്ച് ഇറങ്ങി നേരെ കായലിൽ വന്ന് വീണ്ടും വീണ്ടും കുളിക്കുകയാണ്. ഒരു ദിവസം ഒരു 8 പ്രാവശ്യമെങ്കിലും കുളിച്ച് കാണും വീട്ടിലൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ നല്ല റെയിൻഫോൾ ഉള്ള സമയമായിരുന്നു തോന്നുന്നു. മഴ, എനിക്ക് തോന്നുന്നത് ഈ സിനിമയില് കുട്ടനാടിന്റെ ബീസ്റ്റ്ലി ബ്യൂട്ടിഫുൾനെസ് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നു. വളരെ വന്യമായ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടനാടിനെ കാണാൻ പറ്റും. കാരണം കായലിന്റെ ഒരു ബ്ലാക്കിഷ്നെസ്സും സ്കൈയും ബ്ലാക്കാണ്, രണ്ടും ബ്ലാക്ക്. അതിനിടയ്ക്ക് അതിനെ ബ്രേക്ക് ചെയ്തൊരു സ്ട്രിപ്പ് ഓഫ് ഗ്രീനറി. അത് ഞാൻ എൻ്റെ ഫോണിന്റെ ക്യാമറയിൽ വെറുതെ എടുത്തപ്പോൾ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രെയിംസ് ആണ് കിട്ടിയത്. ഞാൻ തന്നെ വിചാരിച്ചു ഞാനൊരു അസാധ്യ ക്യാമറമാനാണല്ലോ, ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് പോലും അങ്ങനെ തോന്നാമെങ്കിൽ ഇതിനെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്ന എസ് കുമാർ എന്ന് പറയുന്ന ക്യാമറയുടെ മാജിക് കാണിക്കുന്ന ഒരാളുടെ കയ്യിൽ ആ ഫ്രെയിമുകൾ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് ഊഹിക്കാവുന്നതാണ്. പറയുമ്പോ തന്നെ അത്രയും ആ ബ്യൂട്ടി ഫീൽ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് മൂവി കാണാനായിട്ട്. തൽക്കാലം ചാക്കോച്ചന്റെ അടുത്ത് സംസാരിക്കാനും ഇത്തിരി